നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഡാഡിയോട് നിന്നെ ഇറക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോ അത് മുടക്കുകയും ചെയ്തു. അല്ലെങ്കിലും എന്റെ വളർച്ച കണ്ട് അവൻ അസൂയായിരുന്നു. എന്നെ താഴെയിടാൻ ഒരു അവസരം നോക്കി നടന്ന അവന് കൃത്യമായ മയക്കുമരുന്ന് കേസ് കിട്ടി. എന്റെ ജീവിതത്തിലെ 3 വർഷമാണ് അവൻ കാരണം പോയത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് പകരം വീട്ടാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതെന്താ? ഗിരി ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക. അവൻ വലിയ വിശ്വാസിയാ. ഈ സമയത്ത് ഒരു തരത്തിലുള്ള അടിക്കും പിടിക്കൊന്നും അവൻ പോകത്തില്ല. അവനെ അടിച്ചാൽ തിരിച്ചടിക്കാൻ പോലും അവനിപ്പോ കഴിയില്ല. ഭീമ, ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും കൂടി വേണ്ടിയാ. ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ നടന്നിരുന്ന ഞങ്ങളുടെ മയക്കുമരുന്ന് കച്ചവടം അവൻ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞത്. അവന്റെയും പോലീസിലുള്ള അവന്റെ ഭാര്യയുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ മയക്കുമരുന്ന് ഇറക്കുന്നത് നടക്കില്ല. അവനെ തീർക്കുന്നതാ നമുക്ക് നല്ലത്. അവനില്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്താം. ഗോപാൽജി ഇതിനോടൊക്കെ യോജിക്കുവോ? അദ്ദേഹത്തിന് ഗിരി പിറക്കാതെ പോയ മകനല്ലേ? അതൊക്കെ ആളുകളെ കാണിക്കാനുള്ള ഒരു നാടകമല്ലേ? എന്തൊക്കെയായാലും എന്നെക്കാളും വലിയ സ്ഥാനമൊന്നും അവന് ഡാഡിയുടെ മനസ്സിലില്ല. എന്നാലും ഒരു വാക്ക് ഗോപാൽജിയോട് ചോദിച്ചിട്ട് പോരെ? ചോദിച്ചാ പറ്റില്ലെന്നേ പറയൂ. എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചറിയിച്ച പിന്നെ ഡാഡിക്ക് അത് സോൾവ് ചെയ്യാൻ മാത്രമല്ലേ കഴിയൂ. എന്താ ഭീമ, ജയിലിൽ പോയപ്പോ നിന്റെ പഴയ ധൈര്യമൊക്കെ പോയോ?